കേരളത്തിൽ ടി ബി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 ഹോസ്പിറ്റൽസ് ആണുള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്തെ കിംസും അതേപോലെ എയിംസ്, അതായത് അമൃത ഹോസ്പിറ്റൽ ഇടപ്പള്ളി. കിംസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൺലൈൻ പോർട്ടൽ അവൈലബിൾ ആണ്. ആ ഓൺലൈൻ പോർട്ടലിലെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അമൃതയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സ്ലോട്ട് ലഭിക്കുന്നതല്ല. അതിന് പകരം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേരും സ്ലോട്ട് വേണ്ട തീയതിയും സമയവും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് പാസ്പോർട്ട്, അതിൻ്റെ ഒരു കോപ്പി, അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, പിന്നെ 2500 രൂപ. ഇനി കിംസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഫീസായിട്ട്. നിങ്ങൾ മാക്സിമം ഈ പൈസ ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗൂഗിൾ പേ എടുക്കില്ല, പിന്നെയുള്ളത് ഒരു കാർഡ് സൗകര്യമായിരിക്കും. ഇനി അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട വഴിയും അതുപോലെ കിംസിലേക്ക് എത്തേണ്ട വഴിയും ഇത് രണ്ടിൻ്റെ ഗൂഗിൾ മാപ്പും ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അമൃതയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെന്റോളജി അല്ലെങ്കിൽ ആ സ്കൂൾ ഓഫ് ഡെന്റോളജി, അതിനകത്താണ് നിങ്ങൾക്ക് ഈ ടി ബി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അവിടെ അതിന് ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. പക്ഷേ അവിടെ 200 ആണ് അതിൻ്റെ റെന്റിലായിട്ട് അവർ വാങ്ങിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അമൃതയുടെ തന്നെ കാർ പാർക്കിംഗ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് നടക്കാനുണ്ടാവും, പക്ഷേ നമുക്ക് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാം. അവിടെ 50 റുപ്പീസാണ് അവർ ഫീസായിട്ട് വാങ്ങിക്കുന്നത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോക്കൺ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിന് കയറാൻ സാധിക്കില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് ഫ്രണ്ടിൽ, അതായത് ഈ ഡെന്റോളജിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ആളിരിപ്പുണ്ടാവും. അയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ സമയം ഇതാണ്, നിങ്ങളുടെ പേര് ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഒരു ടോക്കൺ എടുക്കുക. ഫോർ എക്സാമ്പിൾ 9:30 നിങ്ങളുടെ സ്ലോട്ടെങ്കിൽ മാക്സിമം ഒരു 8:30 അവിടെ പ്രസന്റ് ആയിട്ട് ടോക്കൺ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 പേര് എന്നുള്ള ഒരു രീതിയിലാണ് അവരകത്തേക്ക് ആളുകളെ പ്രവേശിക്കാൻ സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോക്കൺ നമ്പർ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും. മാക്സിമം രാവിലത്തെ സ്ലോട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് സമയം എടുക്കും ഈ ഒരു പ്രോസസ്സ് തീരുവാനായിട്ട്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസി ആയിട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഇവരെ നോക്കാൻ പ്രത്യേകിച്ച് മറ്റാരെങ്കിലും കൂട്ടി വേണം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുവാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരാളെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എക്സ്റേയുടെ സമയത്ത് എക്സ്റേ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവരെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുകയുള്ളൂ. 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സ്റേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പുറത്ത് നിൽക്കേണ്ടതായിട്ട് വരും. അവരാകെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അവരുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ എന്താണോ അവരുടെ പാസ്പോർട്ടിൽ സിഗ്നേച്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിന് മാത്രമാണ് അവരകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ നോക്കാൻ പ്രത്യേകിച്ച് ഒരാളെ ആവശ്യമായിട്ടുണ്ടാവും. ഇനി ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ് നിങ്ങളുടെ വിസ കാറ്റഗറി ഏതാണെന്നോ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണെന്നും. അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ UK ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അഡ്രസ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടാവും. ഇനി ഫോമിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒരു ടെൻഷനും വേണ്ട. ഓരോ ഇൻഡിവിജ്വൽസും കൂടെ വരുന്ന ഡിപ്പെൻഡൻസീസിൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്നും കൂടെ വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും അതെല്ലാം നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് അവർ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ ആവേണ്ട. ഇനി വേണ്ടത് ഭക്ഷണം. അതായത് അവിടെ ഒരു ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അവിടെ നിങ്ങൾക്ക് ടീയും അതുപോലെ സ്നാക്സും പിന്നെ ഉച്ചഭക്ഷണം എല്ലാം ലഭിക്കും. പക്ഷേ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഹോസ്റ്റലിന് പുറത്തായിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം ഫുഡ്. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 6 or 7 hours അവിടെ സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്കാക്കി വേണം നിങ്ങളത് വരുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ടി ബി സർട്ടിഫിക്കറ്റിന് വേണ്ട എല്ലാ ഇൻഫോർമേഷനും ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഫോർ ലാത്തിലോജിക്ക ആൻഡ് ഐ എം സൈനിങ്.